കൊച്ചിയിലെ പ്രധാന വ്യാപാര സ്ഥാപനങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന പ്രദേശമാണ് തോപ്പുംപടി. ഈ തോപ്പുംപടിയിൽ 35 വർഷത്തിലധികമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിയ സ്റ്റോർ എന്ന് പറയുന്ന ഗൃഹോപകരണങ്ങൾ വിൽക്കുന്ന കടയ്ക്ക് ഇന്നലെ രാത്രി 11:30 മണി കഴിഞ്ഞപ്പോൾ തീപിടിക്കുകയായിരുന്നു. അതിനടുത്തുള്ള സ്റ്റില്ലറ്റ് സ്റ്റോർ എന്ന സ്ഥാപനത്തിനും തീപിടുത്തത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ വ്യാപാരികളോടും വ്യാപാര സംഘടനാ പ്രതിനിധികളോടുമൊക്കെ നമുക്ക് ചോദിക്കാം എന്താണ് ഇവിടെ സംഭവിച്ച കാര്യങ്ങളെന്ന്. ഇന്നലെ രാത്രി 11:30 മണി ഉണ്ടാവും. അപ്പോൾ ഫോൺ വന്നപ്പോഴാണ് ഞാൻ ഇറങ്ങുന്നത്. അത് നോക്കുമ്പോൾ ശരിക്കും ആൾ കത്തി ഇറങ്ങും. ഇതിനെ ഷട്ടർ തുറക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവർ പൊളിച്ച് എല്ലാം എടുക്കുമ്പോൾ പിന്നെ ഫയർ സർവീസ് വന്നപ്പോഴും കുറച്ച് ലേറ്റായി പോയി. അതിൽ വെള്ളമില്ലായിരുന്നു. പക്ഷെ എന്നാൽ അതിൻ്റെ രണ്ടാം ദിവസം വേറെ വണ്ടികളൊക്കെ വന്ന് സംഭവം അതുവരെ തൊട്ട് അപ്പുറത്തും രണ്ടും കൂടിയായിട്ട് ഫയർ പിടിച്ചു. പക്ഷെ അത് അണയ്ക്കാൻ പറ്റി, പക്ഷെ ഇത് കിടത്താൻ പറ്റിയില്ല. ഇത് ഷട്ടർ തുറക്കാൻ കുറേ പാട്. അങ്ങനെ വന്നപ്പോൾ തുറന്ന് പക്ഷേ ടൈം എടുത്ത്. എന്തെല്ലാമാണ് നമ്മളുടെ കടകളിലുണ്ടായിരുന്നത്? ഗൃഹോപകരണങ്ങൾ ഇപ്പോൾ സ്റ്റീൽ പാത്രം, മിക്സി, ഗ്യാസ് സ്റ്റവ്, പ്രഷർ കുക്കർ. പിന്നെ മാക്സിമം പോയത് ഇപ്പോൾ പ്രഷർ കുക്കർ, ഗ്യാസ് സ്റ്റവ്, മിക്സിയാണ് കംപ്ലീറ്റും മാക്സിമം ഇതായിട്ട് പോയത്. പ്രഷർ കുക്കറെല്ലാം കംപ്ലീറ്റ് പോയി. എല്ലാം മറ്റേ പ്ലാസ്റ്റിക് ബൂട്ട്സ് കംപ്ലീറ്റ് എല്ലാം ഈ കംപ്ലീറ്റ് സാധനങ്ങൾ കംപ്ലീറ്റ് കത്തിപ്പോയി. ഒന്നും എടുക്കാനില്ല. മിക്സിയൊക്കെ വെറുതെ ഇങ്ങനെ ഈ കുളമാലായിട്ട് എല്ലാം ഇതായി ഭയങ്കര അവസ്ഥയായി. എത്ര രൂപയുടെ നഷ്ടം നമുക്ക് സംഭവിച്ചിട്ടുണ്ട്? 20-ന്റെ മുകളിൽ പോയിട്ടുണ്ട്. ഇത് പറയുമ്പോൾ ഇപ്പം ഇതൊക്കെ പോയല്ല, ഷട്ടർ എല്ലാം പോയല്ല. അപ്പോൾ അതൊക്കെ കണക്കാക്കുമ്പോൾ നല്ല ഭീമമായ നഷ്ടമാണ്. നമുക്കിത് സംഭവിക്കാനായിട്ടുള്ള കാരണം എന്താണ്? കാരണം ഒന്നിലും സാറിനേക്ക് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് പോകണം. അതിന് സാറിനേക്ക് മെയിൻ സ്വിച്ച് എപ്പോഴും എൻ്റെ കാലത്ത് ആദ്യം തൊട്ട് അങ്ങനെ തന്നെയാണ്. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് പോകണം. ഇത് കാരണം അറിയില്ല. ഈ സൈഡ് പിടിച്ചത് എങ്ങനെയാണെന്നുള്ളത് ഒന്നും അറിയാം. ക്യാമറ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പോൾ ഡയറക്റ്റ് ഉണ്ടായിരുന്നു, പുറത്ത് ഡയറക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അത് എല്ലാം കത്തിപ്പോയി, കംപ്ലീറ്റ് കത്തിപ്പോയി. നഷ്ടം മൊത്തത്തിൽ നഷ്ടമാണ്. കടയുടെ അകത്തെ ഇൻറ്റീരിയറും സ്റ്റോക്കും എല്ലാം നാശമായിരിക്കുന്നതാണ്. അത് ഏതായാലും ആദ്യം മുതൽ പിന്നെയും തുടങ്ങേണ്ടി വരും. അങ്ങനെയാണ്. കംപ്ലീറ്റ് കത്തി, സീലിങ്ങൊക്കെ പോയി, മേളിലും പോയി, താഴെയും പോയി, എല്ലാം പോയി. എല്ലാ സ്റ്റോക്കും വെള്ളമടിച്ച് എല്ലാം നാശമായിരിക്കുന്നതാണ്. എത്ര രൂപയുടെ നഷ്ടം നമുക്ക് സംഭവിച്ചിട്ടുണ്ട്? ഏതാണ്ട് ഒരു 18-20 ലക്ഷം രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ടാകും. ഇൻറ്റീരിയർ ഉൾപ്പെടെ കടയുടെ ഇനി രണ്ടാമത് വർക്ക് ചെയ്തെല്ലാം ചെയ്ത് റെഡിയാകണത്. ഏതായാലും അത്രയൊക്കെ വരും. പുതിയ സ്റ്റോക്ക് കയറ്റലും എല്ലാം. ഇതിൽ തോപ്പുംപടിയിലുണ്ടായ തീപിടുത്തത്തിൽ അതിയായ നഷ്ടമുണ്ടായി. ഫയർ സർവീസിൻ്റെ ഉദാസീനം കൊണ്ടാണ് ഇത്ര നാശനഷ്ടം ആ കടകൾക്കുണ്ടാകാൻ സാധ്യത കൂടുതലുണ്ടായത്. കാരണം വെച്ചാൽ കുറേ നാളുകളായിട്ട് ഒരു 3 കൊല്ലം മുമ്പ് തോപ്പുംപടി ഇതുപോലെ തീപിടുത്തം ഉണ്ടായി. അന്ന് വന്ന ടാങ്കർ ലോറി, അന്ന് വന്ന ഫയർ സർവീസിലെ വണ്ടികൾ തള്ളി സ്റ്റാർട്ടാക്കിയാണ് ചെയ്തത്. വെള്ളവും ഇല്ലായിരുന്നു. രണ്ടാമത് എറണാകുളം നിന്ന് അമ്പലമുകളിൽ നിന്നും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഐലൻഡ് പോലുള്ള കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൽ നിന്നൊക്കെ വന്ന വണ്ടികളാണ് അന്ന് തീ അണക്കിയത്. എന്ന് പറഞ്ഞ പോലെ ഇന്നലെ വന്ന വണ്ടിയിലും മട്ടാഞ്ചേരി ഭാഗത്തുനിന്ന വണ്ടിക്ക് വെള്ളമില്ലാത്ത അവസ്ഥയായിരുന്നു. എറണാകുളം ഭാഗത്തും ഇതേപോലെയാണ്. ഇതുപോലെ പല പ്രാവശ്യം ഞങ്ങൾ അധികാരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പോലും യാതൊരു നടപടിയും ഈ കാര്യത്തിലുണ്ടാകുന്നില്ല. ഭയങ്കര ഉദാസീനമാണ് ഈ കാണുന്നത്. വ്യാപാരികളുടെ അതീത പ്രതിഷേധം ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇനിയുള്ള കാലങ്ങളിലും ഇതുപോലെ സംഭവം ഉണ്ടാകുമ്പോൾ തക്കതായ രീതിയിലുള്ള ഇടപെടലുകൾ അധികാരിയുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. രാത്രിയിലെ 9 മണിക്ക് ശേഷം ഇവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളെല്ലാം അടച്ചു പോവുകയാണ് സ്ഥിരമായിട്ടുള്ളത്. ഏകദേശം 11:30 മണി കഴിഞ്ഞപ്പോഴാണ് വിയ സ്റ്റോർ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ തീപിടുത്തം ഉണ്ടായതായിട്ട് ജനങ്ങൾ കാണുന്നത്. അവർ ഉടനെ തന്നെ പോലീസിലും ഫയർഫോഴ്സിലും വിവരം അറിയിക്കുകയും തുടർന്ന് ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കുവാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയുമായിരുന്നു. മട്ടാഞ്ചേരിയിൽ നിന്നും ഫോർട്ട് കൊച്ചിയിൽ നിന്നും കൊച്ചിൻ പോർട്ടിൻ്റെയും എറണാകുളത്ത് നിന്നുമുള്ള ഫയർ എഞ്ചിനുകൾ വന്നുകൊണ്ടാണ് ഇവിടെ തീയണയ്ക്കുവാനായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചത്. എന്നാൽ ഏകദേശം 1/2 കോടിയോളം രൂപയുടെ നാശനഷ്ടം ഈ സ്ഥാപനങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുവാനായിട്ട് സാധിച്ചത്. കൃത്യമായ വിലയിരുത്തലുകൾ അടുത്ത ദിവസങ്ങളിലെ ഇവർക്ക് സ്വീകരിക്കുവാനായിട്ട് സാധിക്കൂ എന്നും അറിയുന്നു. വ്യാപാര സ്ഥാപനങ്ങളിൽ തീപിടുത്തമുണ്ടാകുമ്പോൾ അടിയന്തരമായിട്ട് ഇടപെടുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകണമെന്നുള്ള പൊതുവായിട്ടുള്ള അഭിപ്രായവും ഉയരുന്നുണ്ട്. കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി ന്യൂസിനു വേണ്ടി റിഡ്ജൻ റബല്ലോ.